യാതൊരു പ്രതികരണവുമില്ല. ശ്വാസം നോക്കി, ശ്വാസമില്ല. പൾസ് നോക്കി, പൾസുമില്ല. അപ്പം നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കൈകൾ കോർത്ത് പിടിക്കുക, ശരീരത്തോട് ചേർന്നിരിക്കുക. അയാളെ നമ്മൾ നിരപ്പായ സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക, ഈ ഡ്രസ്സൊക്കെ മാറ്റുക, ശ്വാസം നോക്കി, ശ്വാസമല്ല, പൾസ് നോക്കി, പൾസുമില്ല, CPR സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കൈകൾ കോർത്ത് പിടിച്ചു, ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് 2 നിപ്പിൾസിന് ഏകദേശം മധ്യഭാഗമല്ലേ. നമ്മൾ വീടെടുക്കുന്ന ആൾ ഒരു പേന വിളിച്ചിട്ട് വരക്കാൻ നിൽക്കൊന്നും വേണ്ട, എവിടെ കറക്റ്റ് അറിയാൻ വേണ്ടി, ഈ പോയിന്റ് അറിയാൻ വേണ്ടി ഒരു മാർക്കറൊക്കെ അവിടെ പോയി മേടിച്ചോണ്ടൊന്ന് വരച്ച് നോക്കണ്ട, ഏകദേശം അറിയാലോ. തമാശ പറയുന്നുണ്ടോ, ബോറടിക്കാതിരിക്കാൻ വേണ്ടി പറയാം, ബോറടിക്കാൻ നിങ്ങളൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി. ഓക്കെ. ശരീരത്തിൽ ചേർന്നിരുന്നുകൊണ്ട് നമ്മളുടെ കൈകൾ കോർത്ത് പിടിച്ചിട്ട് ഈ ചിഹ്നം അല്പം ഉയർത്തി വെക്കണം. വെച്ചതിന് ശേഷം കൈകൾ കോർത്ത് പിടിച്ച് ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ശക്തമായി 30 പ്രാവശ്യം പ്രസ് ചെയ്യിക്കണം. കൈകളിങ്ങനെ വളയരുത്, സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുക. ഈ ഭാഗം വെച്ച പ്രസ് ചെയ്യണമെങ്കിൽ ബലം കിട്ടുള്ളൂ. ഇവിടെ കൊണ്ടല്ല, ഇവിടെ കൊണ്ട് ശക്തമായി 30 പ്രാവശ്യം പ്രസ് ചെയ്യുക. ശേഷം മൂക്ക് അടച്ചു പിടിച്ചിട്ട് വായിൽ കൂടി 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. ശ്വാസം കൊടുക്കുമ്പോൾ നമ്മളൊരു കർച്ചീഫ് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പല രോഗങ്ങളൊക്കെ ഉണ്ടാക്കുക, അതുകൊണ്ട് ഒരു കർച്ചീഫ് വെച്ചിട്ട് ശ്വാസം കൊടുക്കുക. വീണ്ടും 30 പ്രാവശ്യം പ്രസ് ചെയ്യുക, വീണ്ടും 2 പ്രാവശ്യം, വീണ്ടും അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ വണ്ടി കൊണ്ടുപോകുന്ന സമയത്തും ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് നിർത്തരുത്, തുടർച്ചയായി ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്നവർ നമ്മൾ ഈ പ്രക്രിയ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആൾ ജീവിതത്തിൽ തിരിച്ചു വരുന്നതായിരിക്കും. അത് ഞാൻ 101% ഉറപ്പെന്ന് പറയില്ല, 99.99% ആൾ ചെയ്ത്. കാരണം ഈ പ്രക്രിയ ഉള്ളൂ, ഇത് യൂണിവേഴ്സലായി അംഗീകരിച്ച ഒരു പരിപാടിയാണ് ഈ CPR എന്ന് പറയുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തു നോക്കണ്ടോ?